സാഹചര്യത്തിൽ എങ്ങനെയും നാട്ടിലെത്തണമെന്ന ആഗ്രഹവുമായി നോർക്കയിൽ അപേക്ഷ സമർപ്പിച്ചത് 1 ലക്ഷത്തിലധികം പ്രവാസി മലയാളികൾ. നാട്ടിലേക്ക് മടങ്ങാൻ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത പ്രവാസി മലയാളികളുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ച് കേവലം 5 മണിക്കൂർ കൊണ്ട് ഇത്രയും പേർ മടങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനമായത്. www.norcaroots.org എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇന്നലെ വൈകിട്ട് 6:30 മുതലാണ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയവർക്കും പ്രവാസികൾക്കും നാട്ടിലേക്ക് മടങ്ങുന്നതിനായി ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നൽകിയത്. രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 5 മണിക്കൂർ കൊണ്ട് 1,755,000 ആയിരിക്കുന്നു. ഏറ്റവും അധികം പേർ യു എയിൽ നിന്നാണ്. 45,430 പേരാണ് അപേക്ഷ നൽകിയത്. ഖത്തറിൽ നിന്ന് 11,668 പേരും, സൗദിയിൽ നിന്ന് 11,365 പേരും, കുവൈറ്റിൽ നിന്ന് 6,350 പേരും, ഒമാനിൽ നിന്ന് 4,375 പേരും, ബഹ്റൈനിൽ നിന്ന് 2,092 പേരുമാണ് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞത്. കോവിഡ് നിയന്ത്രണാതീതമായി പടരുന്ന അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ 324 പേരും രജിസ്റ്റർ ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം UK-യിൽ നിന്നാണ്, 621 പേരാണ്. മലേഷ്യ, സിംഗപ്പൂർ എന്നീ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും 100-ലേറെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് എത്തിക്കുന്നത് പ്രായോഗികമല്ലെന്ന് പ്രവാസി പ്രമുഖരുമായുള്ള വീഡിയോ കോൺഫറൻസിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ പേർ നാട്ടിലെത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞവർ, വയോജനങ്ങൾ, ഗർഭിണികൾ, കുട്ടികൾ, രോഗികൾ, വിസ കാലാവധി പൂർത്തിയാക്കിയവർ എന്നിവർക്കാണ് ആദ്യ പരിഗണന നൽകുന്നത്. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നവർക്ക് മാത്രമാണ് തിരികെ എത്തുന്നതിന് അനുമതി നൽകുന്നത്. തിരികെ പോരുന്നതിന് എത്ര ദിവസം മുൻപ് ടെസ്റ്റ് നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കും. ഇവരെയെല്ലാം ക്വാറന്റൈനിൽ പാർപ്പിക്കുന്നതിന് ഇപ്പോൾ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ പര്യാപ്തമാവില്ലെന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ എത്ര പേർ കൂടി രജിസ്റ്റർ ചെയ്യുന്നു എന്ന് നോക്കി കൂടുതൽ ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരും. നോർക്ക രജിസ്ട്രേഷൻ ആരംഭിച്ചാലും പ്രവാസികളുടെ മടങ്ങിവരവ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന അനുമതിക്ക് വിധേയമായിട്ടാവും നടപടികൾ. കോവിഡ് ഭീഷണിയെ തുടർന്ന് ആദ്യ 30 ദിവസത്തിനുള്ളിൽ 5.5 ലക്ഷം വരെ പ്രവാസികൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 28,000-ഓളം പേർ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും. മടങ്ങിയെത്തുന്നവർക്ക് പ്രവാസി സംഘടനകൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ മടങ്ങിയെത്തുന്നവരെ സ്ക്രീൻ ചെയ്യാൻ ആരോഗ്യവകുപ്പ് സംവിധാനം ഒരുക്കും. തിരികെ എത്തുന്നവരിൽ രോഗലക്ഷണമില്ലാത്തവരെ വീടുകളിലേക്ക് തിരിച്ചയക്കും. ഇത്തരക്കാർ 14 ദിവസം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണം. മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കാൻ ബന്ധുക്കളാരും വിമാനത്താവളത്തിൽ എത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പുറത്തിറങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതി നേതൃത്വം നൽകും.